നമസ്കാരം, ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് 2025 മാർച്ച് മാസം 29 തീയതിയുള്ള ശനിമാറ്റം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ് വരുന്നത് നമുക്ക് പ്രത്യേകം ഒന്ന് നോക്കാം. അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ജന്മത്തിൽ ശനിയായിട്ടാണ് വരുന്നത്. അപ്പോൾ പിതൃശാപങ്ങൾ നിലവിലുള്ളവർ പിതൃശാപത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത വളരെയധികം കൂടുന്ന ഒരു സമയമാണ് ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ധനം കയ്യിൽ വരികയും അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതായിട്ടോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ കുടുംബത്തിൽ നിന്നോ കുടുംബാംഗങ്ങളുടെയോ ശാപം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാത്രമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാർത്ഥത വെടിയുകയും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. ശനിയാഴ്ച നീരാഞ്ജനത്തിന് കൊടുക്കുക. കാരണം ഈ ജന്മത്തിൽ ശനി വരുന്ന ഈ ഒരു സമയ കാലഘട്ടം, പ്രത്യേകിച്ച് 50 വയസ്സ് മുകളിലുള്ളവർക്കൊക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാനും അത് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത വയ്ക്കാനൊക്കെയുള്ള ഒരു സാധ്യത മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നതുവഴി നമുക്ക് അപകട സംബന്ധമായിട്ടുള്ള ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം. അതുപോലെ കുടുംബാംഗങ്ങൾ പാർട്ട്ണർമാരിൽ നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരിൽ നിന്നും വളരെയധികം എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവരിൽ നിന്ന് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ ആക്സിഡൻറ്റ് ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ പണം ഇടപാടുകളിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളോ പണം കടം പോവുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ വാഹനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിനകത്ത് വെച്ചോ സ്ഥാപനങ്ങളിൽ നിൽക്കുമ്പോഴോ ഒക്കെ ഉപയോഗിക്കുമ്പോഴോ എടുക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു 2.5 വർഷക്കാലം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയ കാലഘട്ടമാണ്.